കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 20 ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 20 പറയുന്നത് ഗ്രാൻഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി ആൻഡ് എക്സസീവ് പണിഷ്മെൻറ്റ് ടു അക്യൂസ്ഡ് പേഴ്സൺ. എക്സസീവ് ആയിട്ടുള്ള പണിഷ്മെൻറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്ന ആർട്ടിക്കിൾ 20 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത്. നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് എന്താണ്? റിട്രോസ്പെക്റ്റീവായിട്ട് ഒരു നിയമം എടുക്കാൻ പറ്റില്ല. റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മുൻകാല പ്രാബല്യത്തിൽ ഒരു ക്രിമിനൽ ലോയിൽ ശിക്ഷിക്കാൻ പറ്റില്ല. അതായത് ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് ഇന്ന് വന്നു കഴിഞ്ഞാൽ 5 വർഷം മുമ്പ് ചെയ്ത ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. സിവിൽ കേസസിൽ മാത്രമേ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനിന്ന് പറയുകയാണ്, ഇപ്പോൾ ക്രിക്കറ്റ് ഇന്ന് മുതൽ കളിക്കുന്നത് പിന്നെ ശിക്ഷാർഹമാണെന്ന് പറയുന്നു. 5 വർഷം മുമ്പ് കളിച്ച് നിർത്തിയ സച്ചിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് മുൻകാല പ്രാബല്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. 2, നോ ഡബിൾ ജിയോപാഡി. നോ ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞാൽ ഒരേ കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല, പണിഷ്മെൻ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഒരു കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഒരു എക്സെപ്ഷൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ ജിയോപാഡിയിലാണ്. ഡബിൾ ജിയോപാഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കോടതി ഒരാളെ ക്രിമിനൽ കുറ്റത്തിന് 5 വർഷം ശിക്ഷിച്ചു എന്ന് വിചാരിക്കുക. അതേ കാരണം കൊണ്ട്, എന്തുകൊണ്ടാണോ ശിക്ഷ കിട്ടിയത് അതേ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ജോലിയിൽ നിന്ന് അയാളെ പിരിച്ചുവിട്ടു. അങ്ങനെയാണെങ്കിൽ ഡബിൾ ജിയോപാഡി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ എന്നല്ലേ, ഒറ്റ പ്രാവശ്യം മാത്രം പണിഷ് ചെയ്യുന്നില്ലേ. പക്ഷേ ഇവിടെ 2 തവണയായില്ലേ. ഒന്ന് ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ടു, 2 5 വർഷത്തെ ജയിൽവാസം അനുഭവിച്ചു. ഇതൊക്കെ ഈ 2 എന്തിനാണപ്പോൾ? ഡബിൾ ജിയോപാഡി പാടില്ല എന്ന് പറയുമ്പോൾ 2 തവണ ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? ഇതിൻ്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ഒരു കോടതിയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നടത്തുന്ന ഒരു സ്ഥലത്തുനിന്ന് മാത്രമാണിത്. മറ്റ് ഓഫീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വേറെ തന്നെ ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാഡി ഈസ് അവൈലബിൾ ഓൺലി ഇൻ പ്രൊസീഡിങ്സ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ ഓർ ജുഡീഷ്യൽ ട്രിബ്യൂണൽ. ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ കോടതിയിലോ ആണ് ഈ നിയമം. കോടതി 2 തവണ ശിക്ഷിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഓഫീസ് ചിലപ്പോൾ ഓഫീസിൽ നിന്ന് പിരിച്ചുവിടുന്നതും കോടതി ശിക്ഷിക്കില്ല എന്ന് പറയുന്നത് 2 കോടതി ഒരു ശിക്ഷ കൊടുത്തു, അതേ കുറ്റത്തിന് ഓഫീസിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ടാൽ അത് ഡബിൾ ജിയോപാഡിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ പിരിച്ചുവിടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് ആ ഓഫീസിൻ്റെ കാര്യമാണ്. നേരെ മറിച്ച് വീണ്ടും അതേ കോടതി തന്നെ ആ കുറ്റത്തിന് 2ാമത് ശിക്ഷിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു എക്സെപ്ഷനാണ് ഈ ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 എക്സെപ്ഷനാണ്.